Hello friends, ഇന്ന് നമ്മൾ വീണ്ടും ഒരു ജ്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് മാംഗോ പൾപ്പിൽ നിന്ന് എങ്ങനെ മാംഗോ ജ്യൂസ് തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാംഗോ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിത് മുമ്പ് തന്നെ ഈ വേനൽ തുറന്നപ്പോൾ തന്നെ ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. മാംഗോ പൾപ്പിൽ നിന്ന് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം തയ്യാറാക്കി വെച്ചിരുന്ന മാംഗോ പൾപ്പ് ഒരു വർഷം തന്നെ കേടാവാതെ ആയി കിട്ടി. അപ്പം ഞാൻ ആ മാംഗോ പൾപ്പ് ഉണ്ടാക്കുന്നത് കാണിച്ചതിന് ശേഷം ജ്യൂസ് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും തന്നെ നടന്നില്ല. ഇതും ഞാൻ ഓൾറെഡി ഇപ്പോൾ ഈ കൊല്ലം തയ്യാറാക്കിയതാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം തയ്യാറാക്കിയത് എനിക്ക് ഒരു വർഷം വരെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റി. ഇപ്രാവശ്യം എനിക്കിത് കാണിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഇത് ഓൾറെഡി വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊടുന്നതാണ്. ഇവിടെ വന്നപ്പോഴേക്കും ഇവിടുത്തെ മാങ്ങകളൊക്കെ കഴിഞ്ഞു. നമുക്ക് എപ്പോഴും പുളിയുള്ള മാങ്ങ, നാര് കൂടുതലുള്ള മാങ്ങയാണ് ജ്യൂസ് അടിക്കാൻ നന്നായിരിക്കാം. പുളിയൻ മാങ്ങ എന്ന് പറഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും. അതിന് നാരുണ്ടായിരിക്കും. ഒരുവിധം മാങ്ങകൾക്കൊക്കെ അങ്ങനെ നാരുണ്ടായിരിക്കും പുളിയൻ മാങ്ങകൾക്ക്. അപ്പം അതുകൊണ്ട് ജ്യൂസ് അടിക്കുമ്പോഴേക്കും കുറച്ചും കൂടി കൂടുതൽ നന്നായിരിക്കും. അത്യാവശ്യം കട്ടിയുള്ള മധുരം ഉണ്ട് വെച്ചെങ്കിലും ചില മാങ്ങകൾ ജ്യൂസ് അടിച്ചാൽ നന്നായിരിക്കില്ല. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി തയ്യാറാക്കിയപ്പോൾ എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റില്ല. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഈ മാംഗോ പൾപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് കിട്ടുമ്പോൾ ഞാൻ പിന്നീട് കാണിച്ചു തരാം. പക്ഷെ മാംഗോ പൾപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. നമ്മൾ മാങ്ങ ചെത്തിയതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് ജ്യൂസറിലാണ് വെച്ചെങ്കിൽ, അപ്പോൾ ഒരുപാട് മാങ്ങകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ജ്യൂസർ എടുത്തിട്ട് അടിച്ചെടുക്കുകയെന്ന് വെച്ചെങ്കിൽ നാരില്ലാതെ തന്നെ കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം പഞ്ചസാരയൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടു. അത് നമുക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ മിക്സി ജാറിലാണ് നമ്മൾ ഇതുപോലെ മാംഗോ പൾപ്പ് തയ്യാറാക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വീട്ടിൽ മാത്രം വീട്ടിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് വെച്ചെങ്കിൽ നാരുള്ളത് അത്ര കുഴപ്പമുള്ളതൊന്നുമല്ല. നമുക്കറിയാം മാങ്ങയുടെ നാരാണ് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വന്ന് കൊടുക്കുമ്പോൾ ആ നാരുകൾ പെടുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അരിച്ച് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ജ്യൂസറിലാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. മിക്സി ജാറിലാവുമ്പോൾ ജസ്റ്റ് ഒന്ന് അരിക്കണം എന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാങ്ങകൾ ചെത്തിയതിന് ശേഷം മിക്സി ജാറായാലും ജ്യൂസറായാലും ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായി അടിച്ചെടുക്കുക. വെള്ളമില്ലാതെ തന്നെ അരച്ചെടുക്കാം. നല്ല പൾപ്പാക്കിയിട്ട് ഫ്രീസറിനകത്ത് സൂക്ഷിക്കുക. അപ്പോൾ ഒട്ടും ഇതുവരെ എനിക്ക് കേടായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഫ്രീസറിനകത്ത് സൂക്ഷിച്ച് വെക്കുക. അപ്പം ഞാൻ ഇത് അങ്ങനെ തയ്യാറാക്കി സൂക്ഷിച്ചതാണ്. അപ്പം നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഫ്രീസറിനകത്ത് വെക്കുമ്പോൾ ഐസായിട്ടാണ് ഇരിക്കുക. നമുക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ജ്യൂസ് അടിക്കണം തൊട്ട് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് പുറത്തിറക്കി വെക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലിറക്കി വെക്കുക ചെയ്താൽ ഉള്ളിൽ വെള്ളം കയറരുത് കേട്ടോ. പിന്നീട് നമ്മൾ സൂക്ഷിക്കുമ്പോൾ കേടുവരും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ പുറത്തിറക്കി വെക്കുകയാണെങ്കിൽ ഒരു കേടുമില്ലാതെ വീണ്ടും നമുക്ക് കുറേ കാലം സൂക്ഷിക്കാം. അപ്പം നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോണ്ട് വേണോ അതിനനുസരിച്ച് ഞാൻ കുറച്ച് നേരമായി പുറത്തിറക്കി വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പം എടുക്കുന്ന ഇതുപോലത്തെ സ്പൂണുകളിലും ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം എടുക്കാൻ, അല്ലെങ്കിൽ എടുത്തു വെച്ചിരിക്കുന്നത് കേടാവും. ഇതുപോലെ ഇതിപ്പോൾ ഞാൻ മിക്സി ജാറിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം അത് കാരണം തന്നെ നമുക്കിത് ജ്യൂസ് അടിക്കുമ്പോൾ അരിക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ വീട്ടിൽ നമ്മൾ കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് തിക്കിലൊക്കെ വേണമെങ്കിൽ കുടിക്കാം, നമുക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല. എപ്പോഴും നമ്മൾ ഗസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതലായിരിക്കും. ഒരുപാട് തിക്കായിട്ട് വെച്ചെങ്കിൽ പുറമേ നിന്ന് വന്ന് കഴിക്കുന്നവർക്ക് അത്ര ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള മധുരം എന്നുള്ളതാണ്. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് അപ്പോൾ ഓരോ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിലേക്ക് മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടീസ്പൂൺ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടത് കേട്ടോ. അത് നമുക്ക് നോക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പഞ്ചസാര ഇട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ പഞ്ചസാര നമ്മൾ മിക്സി ജാറിനൊക്കെ ഇട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് കാരണം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പം അരിച്ചെടുക്കാൻ്റെ ജ്യൂസറിൽ ചെയ്ത ഇതാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇത് നമ്മൾ മറ്റേത് ചെയ്ത മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ആവശ്യത്തിന് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാവുന്ന ആ ഒരു മെത്തേഡിൽ ഇനി നമുക്കിതൊന്ന് അടിച്ചതിന് ശേഷം അരിച്ചെടുക്കാം.
അപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ നമുക്കത് അരിച്ച് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ തിക്നെസ് കൂടുതലുണ്ടെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ അരിച്ചെടുക്കാം. ജസ്റ്റ് ഇതിലൊന്നിട്ട് കണ്ട തിക്ക് കൂടുമ്പോൾ തന്നെ പോവില്ല. അപ്പം അത് കാരണം നമുക്കൊന്ന് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് തിക്നെസ് കൂടുതലാണ്, ഇതുപോലെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ മിക്സി ജാറിനകത്ത് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ മാംഗോ ജ്യൂസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇപ്പം നമ്മൾ ജ്യൂസ് നല്ല തിക്നെസ് ആയിരിക്കും, അതിനകത്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കും. അപ്പം അത് കാരണം തന്നെ നമ്മൾ വെള്ളം ഇതിൽ ചേർക്കുമ്പോൾ വീണ്ടും നമ്മൾ മറ്റേ ഓറഞ്ച് ജ്യൂസിന് ചെയ്തപോലെ തന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സി ജാറിനകത്ത് ഇട്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരേപോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ അവസാനം ഒന്നും കൂടി ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ നമുക്ക് എല്ലാം ഒരേപോലെയായി കിട്ടാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ നാരൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അരിച്ചെടുത്ത മാംഗോ പൾപ്പുണ്ടല്ലോ, അത് വെള്ളം ഒഴിച്ച് കുറച്ച് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് ബാക്കോട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പം മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പം നമ്മൾ ഐസ് ഇട്ടിട്ട് വിപ്പ് ചെയ്തെടുക്കും മുമ്പ് തന്നെ ഈ മധുരം അതുപോലെ ഇത് അല്പം ചെറിയൊരു പുളിയുള്ള മാങ്ങയാണല്ലോ, അപ്പോൾ നമ്മൾ എന്ത് വേണം വെച്ച് കഴിഞ്ഞാൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്, അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ നമ്മൾ വേറെ ഏത് ജ്യൂസിൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പാലൊഴിച്ചിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അത് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. പക്ഷെ ഓറഞ്ച് ജ്യൂസിന് മാത്രമാണ് നമ്മൾ പാലൊഴിച്ചടിച്ചാൽ അത് പിരിഞ്ഞു പോകും. അതല്ലാത്ത ഏത് ജ്യൂസിലും പാല് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ പാലൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതുപോലെ വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഐസ് ക്യൂബും ഉപ്പും എല്ലാം ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ജ്യൂസിൻ്റെ തിക്നെസ് ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പാല് മാത്രമല്ല ഫ്രഷ് ക്രീം ചേർക്കാം. ഇതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന മറ്റേ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് സാധാ സിമ്പിൾ നമുക്ക് വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്